ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ പ്ലഗുപുരിയിലേക്ക് സ്വാഗതം. യെസ്, അങ്ങനെ ഇന്നൊരു ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ട്. ദ പാരഡൈസ് ഗ്ലിംസ് റോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ തംബ്നെയിൽ കണ്ടപ്പോൾ ഇത് ആരാ, വാട്ട് ഈസ് ദിസ് ആൻഡ് ഹൂ ഈസ് ദിസ്? ഒരു സെക്കൻഡിലേക്ക് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ രൺവീർ സിംഗ് ആണെന്നൊക്കെ അതെ, ടു തോന്നുന്നു. ബി ഓണസ്റ്റ്. പിന്നെ മറ്റേ നമ്മുടെ അവതാറും എന്തൊക്കെ പല വേർഷൻസ് ഓർമ്മ വരുന്നുണ്ട്. ഇത് none other than നമ്മുടെ നാനിയാണ്. ഐ വാസ് റിയലി ഷോക്ക്. ഞാൻ ആ ടൈറ്റില് അത്രേ വായിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ആരെ ആക്ടർ ഒന്നും വായിച്ചില്ല. പിന്നെ നോക്കിയപ്പോഴാണ് ആൻഡ് ദ മ്യൂസിക് അപ്പൊ നമുക്കൊരു നല്ല സ്കോർ ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സംഭവം നടക്കും. മാത്രമല്ല ഇത് ശ്രീകാന്ത് ഒഡേലയാണ്. ശ്രീകാന്ത് ഒഡേല എനിക്കൊന്നും സെക്കൻഡ് ടൈം ആണ് ഇവർ പേര്. അപ്പൊ ഫസ്റ്റ് ഇവരുടെ ദസറ മൂവി ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊന്നും പുള്ളിക്കാരൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത്. എനിക്ക് നമ്മളിപ്പം റീസെന്റ് ഹിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഹിറ്റിന്റെ ടീസർ റിയാക്ട് ചെയ്തായിരുന്നു. അതൊരു ബ്ലഡ് കൈൻഡ് ഓഫ് ഒരു ഇതിനകത്തൊക്കെയാണ് പോകുന്ന സംഭവങ്ങൾ, ഫുൾ ഓൺ ആക്ഷൻ മാസ് മൂവിയാണ്. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. ഐ ആം റിയലി ഇൻട്രിഗ്ഡ് ടു നോ വാട്ട് ദിസ് ഈസ് അബൌട്ട്. അല്ലേ, ഫ്രഞ്ച് ബ്രൈഡ്സ് ഒക്കെ പിന്നെ പുറകിൽ ഒരു വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എളുപ്പം റിയാക്ട് ആയിട്ട് ബാക്കി സംസാരിക്കാം. చరిత్రలో అందరూ చిలకలు పావురాల గురించి రాసిచు కానీ గదే జాతిలో పుట్టిన కాకుల గురించి భయంగా రాయలే. తిండికి నిరి గిది కడుపు మండిన కాకుల కథ, జమానాకెళ్ళి నడిచే శవాల కథ. వావ్, ద బ్యాక్గ్రౌండ్ స్కోర్. అమ్మ రొమ్ములో పాలలేక రక్తం పోసి పెంచిన ఒక జాతి కథ. డైలాగ్స్, నేచురల్ స్టార్. ఒక దగడొచ్చి మొత్తం జాతిల జోష్ తెచ్చిండు. అనిపించుకున్న కాకులు తల్వార్లు పట్టినాయి. గిది ఆ కాకులను ఒక్కటి చేసిన ఒక నంజా కొడుకు కథ. నా కొడుకు నాయకుడైన కథ. నీ అమ్మ भाई साहब, next year looks amazing. I have to say, അടിപൊളിയാണ് അല്ലേ? ഐ മീൻ ലൈക്ക് ഇതൊന്നും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒപ്പം തന്നെ അമ്മയാണ് തോന്നുന്നു സംസാരിക്കുന്നത്. അമ്മയാണ് സംസാരിക്കുന്നത്. ആൻഡ് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ ആ ഡയലോഗ്സും സംഭവങ്ങളൊക്കെ കാണിച്ചു. അതായത് അത്രയും ക്രൂവൽ ആവാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എനിക്ക് ഇതിനകത്ത് ആ ഒരു സ്ട്രഗിൾ ഒക്കെ കാണിക്കുന്നത് തോന്നുന്നല്ലേ. പിന്നെ നാനിന്റെ ആ ഒരു ക്യാരക്ടർ എമർജ് ആയി വരും അല്ലേ. പക്ഷെ ലീഡർ കാണിച്ചിട്ടില്ല, ഫേസ് കാണിച്ചിട്ടില്ല. അടിപൊളി. ലൈക് there is no doubt that നമ്മുടെ നാനി is reshaping his എന്താ പറയാ ക്യാരക്ടേഴ്സ്. ഇപ്പോഴത്തെ ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ അടിപൊളിയാണ്. നേരത്തെ ഒക്കെ എപ്പോഴും ഒരു ഫാമിലി ഫ്രണ്ട്ലി ക്യാരക്ടേഴ്സ് ഒക്കെയാണ് എടുക്കണമെങ്കിൽ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും എല്ലാം I think he is reshaping his characters അല്ലെങ്കിൽ ആ ഒരു സിനിമയിലേക്കുള്ള ക്യാരക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട്. അതെ, അടിപൊളി. എനിക്കൊന്നും പറയാനില്ല. കാരണം ഇതിന്റെ റൈറ്റർ ശ്രീകാന്ത് ഒഡേല ഒബ്വിയസ്ലി, ആൻഡ് ദെൻ ബാനർ SLV നിവാസ് ആണ്. ഈവൻ എഡിറ്റർ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫർ GK വിഷ്ണു. എനിക്കൊന്നും സ്ക്രീൻസും അതുപോലെ തന്നെ കാണിച്ച വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിട്ട് അപ്പീലിംഗ് ആയിട്ട് തന്നെ തോന്നി. നമ്മളെവിടെയോ സ്ലം ഏരിയ ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്താണ് നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല. എനിക്കൊന്നു ഈവൻ ദോ ലൈക് മൂവീസ് റിലീസിംഗ് ഇൻ മാർച്ച് ഓൺലി. അപ്പൊ നെക്സ്റ്റ് ഇയർ ആണോ? 26 അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഇപ്പം 1 ഇയർ ഉണ്ട് ഇപ്പോഴും. ഓഫ് കോഴ്സ് നല്ലൊരു ബിഗ് പ്രൊഡക്ഷൻ ആയിരിക്കും തോന്നുന്നു അല്ലേ. പിന്നെ അതിന്റെ ആ ഒരു സിനിമാറ്റോഗ്രാഫി, ഇവൻ ആ കളർ തീം ഒക്കെ നല്ല അടിപൊളിയാണ്. പീൽ ഓറഞ്ച് ആ ഒരു സിനിമാറ്റിക് വൈബ് ഉണ്ടായിരുന്നു. നല്ല ലുക്സ് റിയലി അമേസിംഗ്. എനിക്ക് ദസറ മൂവിയുടെ ഒക്കെ ആണെങ്കിൽ ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇതിലും നമുക്ക് അടിപൊളി സംഭവങ്ങൾ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഹെവി ആയിരുന്നു അല്ലേ.
പക്ഷെ ഇവൻ പിന്നെ അത് അമ്മയാണ് പറയുന്നതെന്ന് കേൾക്കുമ്പോൾ ലൈക്ക് അമ്മയുടെ ക്യാരക്ടർ ആരായിരിക്കും പ്ലേ ചെയ്തേക്കണേന്നൊക്കെ നമുക്ക് ഈഗർലി വെയിറ്റിംഗ് ആണ്. I think ബാക്കി ക്യാരക്ടർ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ റിയാക്ഷൻ ടു ദ പാരഡൈസ് ഗ്ലിംസിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ. സെഗേന പാൻഡി മൂവി തെലുങ്കു ഹിന്ദിയിലും കാണുന്നുണ്ട്. അപ്പൊ ഓൾസോ ഇഫ് യു സീ ആ ഒരു ഡയലോഗ് പറഞ്ഞില്ല, ഇത്രയും കാര്യങ്ങളും ലൈൻസ് പറഞ്ഞു, അതിന്റെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. റോ സ്റ്റേറ്റ്മെന്റ് അല്ലേ. Hopefully, this was really amazing. So we love the glimpse video.